എനിക്ക് എന്റെ ഒരു G55 ഉണ്ടായിരുന്നു, ജി വാഗൺ മാർക്കിന്റെ. അപ്പൊ അതുവരെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം ഡീസൽ വണ്ടികളായിരുന്നു, പ്രാക്ടിക്കാലിറ്റി കാരണം. അപ്പം ഞാനിത് ഭയങ്കര ആഗ്രഹിച്ചു. നമ്മൾ സിനിമയിലൊക്കെ വന്ന് കുറച്ച് പൈസ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രീംസ് പയ്യെ തോണ്ടിയെടുക്കുമല്ലോ. അപ്പൊ എനിക്കൊരു V8 വേണം, ഒരു മിലിറ്ററി സ്പെക്ക് വേണം. അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടത്തി 2012 മോഡൽ ഒരു G55 എനിക്ക് ഡൽഹിയിൽ നിന്ന് സോഴ്സ് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ വണ്ടി, അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഞാൻ എടുക്കുമ്പോൾ ആ വണ്ടി വാസ് അറൌണ്ട് 20,000 കിലോമീറ്റേഴ്സ് അത്ര ഓടിയിട്ടുള്ളൂ, ഭയങ്കര വെൽ മെയിൻറ്റെയിൻ. അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയി ഫുൾ പോളിഷ് ചെയ്തിട്ട് ബാലു വർഗീസിന്റെ എൻഗേജ്മെന്റിന്റെ, അപ്പൊ എൻഗേജ്മെന്റിന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർ ബ്ലാക്ക് ജി വാഗൺ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടക്സിൽ വരണം. അപ്പൊ നമുക്കറിയാനോ ബോയ്സ് ഡ്രീം. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ നിന്നിട്ട് ഞാൻ എന്റെ ഡ്രൈവറിന്റെ അടുത്ത് ഞാൻ വണ്ടി ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവന്റെ ബാലുവിന്റെ എൻഗേജ്മെന്റ് ആണല്ലോ, അപ്പൊ അതിന്റേതായ പ്രപ്പൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും മറ്റേ ഫുൾ ഓൺ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ ഡ്രൈവറിന്റെ കോൾ വരുന്നു. അതേ വണ്ടി പെട്രോൾ ആണോ ഡീസലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു മിനിറ്റ്, നീ എന്താ അടിച്ചതിന്റെ അകത്തെന്ന് ചോദിച്ചു. ഞാൻ ഡീസലാണ് അടിച്ചതെന്ന് പറഞ്ഞ് ഒരു പെട്രോൾ വണ്ടിയായി, അതായത് 80 ലിറ്റർ എന്തോ ആണ് അതിന്റെ ടാങ്ക് കപ്പാസിറ്റി. 80 ലിറ്റർ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് അവൻ ഓടിച്ചു വരുന്ന വഴി വണ്ടി സ്റ്റക്കായി നിന്നു. അങ്ങനെ വണ്ടി ട്രക്ക് ടോയ് ചെയ്ത് മെർസിഡസിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ഇതിന്റേതായ പരിപാടികളൊക്കെ ചെയ്ത് 5-6 ദിവസം. അപ്പൊ എൻഗേജ്മെന്റിന് നമുക്ക് ബേസിക്കലി വണ്ടി കിട്ടിയില്ല. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടിയുടെ റിപ്പയർ എല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്യൂൽ ലൈനൊക്കെ മാറ്റി എനിക്ക് തിരിച്ചു കൊണ്ട് ഡെലിവറി എടുക്കാം. അപ്പൊ ഞാനാണ് ഡെലിവറി എടുക്കാൻ പോകുന്നത്. ഷോറൂമിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടിയൊക്കെ എടുക്കുന്ന നേരം ഒരു 80 ലിറ്ററിന്റെ കന്നാസ് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇത് എന്താ സാർ, അതാ ഡീസലാണ്. അരെ ഇത് ഒരിക്കലും ഫുൾ ടാങ്ക് ഡീസൽ ഷോറൂമുകാർ ഇത് എടുക്കൂല. എനിക്ക് 80 ലിറ്റർ ഡീസൽ ഇട്ട് ഒരു കന്നാസിൽ തന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്നിട്ട് ബാലുവിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുവിട്ടു. ജനറേറ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഒരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തത് 80 ലിറ്റർ ഡീസലാണ്. ഒരു റിബൺ കെട്ടി ഞങ്ങൾ കൊടുത്തുവിട്ടു.